രൂപേന്റെ താഴെ ഉണ്ടെങ്കിൽ വണ്ടി സുഖമായിട്ട് നമുക്ക് വണ്ടി കൊണ്ടുപോകാം. 14V ആണ്. ഓക്കെ, ഫുൾ ഓൺ ചെയ്ത് കൊടുക്കും. ഫുൾ ഓണില് താഴേക്ക് 3,70,000 രൂപ കൊടുക്കുക. ഒറിജിനൽ കേരള വണ്ടി, ഒറിജിനൽ കേരള വണ്ടിയാണ്. ചെറിയൊരു പ്രൈസിന് നമുക്ക് കൊണ്ടുപോകാം. അത് ഫുൾ ഓൺ തന്നെ കൊടുക്കാം അല്ല. ഇത് നമ്മൾ പറഞ്ഞ ഒരു ബൈക്കിന്റെ EMI യിലൊക്കെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന വണ്ടി എന്ന് പറയാം. നിങ്ങൾക്ക് എവിടെയും കിട്ടൂല. ZDI പ്ലസില് ഫുള്ളി കമ്പനി സർവീസ് ആയിട്ട് വരുന്ന വാഹനമാണ്. സിംഗിൾ ഓണർഷിപ്പ് വാഹനമായിരുന്നു. കസ്റ്റമർ പേർക്ക് മാറണമെന്ന് വാശി പിടിച്ചുകൊണ്ട് മാത്രം സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്ന ഒരു വാഹനമാണിത്. ഇത് എവിടെയും കിട്ടില്ല, നിങ്ങളൊന്ന് കണ്ടുനോക്കി. അതായത് നമുക്ക് അത്രയും ക്വാളിറ്റി കാര്യങ്ങൾ ഏറ്റവും ടോപ്പ് എൻഡ് വേരിയന്റിൽ ഒരു 7 സീറ്റർ, കാരണം ഒരു 18-20 മൈലേജ് കിട്ടുന്ന 7 സീറ്റർ, അതും ഏറ്റവും ടോപ്പ് വണ്ടി വെച്ചാലും എത്രയും പെട്ടെന്ന് ആൾ പർച്ചേസ് ചെയ്ത് കൊണ്ടുപോകുന്ന വാഹനമാണ്. അത്രയും നമുക്ക് ഗ്യാരണ്ടി വരാൻ പറ്റുന്ന വണ്ടിയില്ല. അപ്പൊ അതിന്റെ മുമ്പ് നമുക്ക് ലാസ്റ്റ് വീഡിയോയിൽ കുറച്ച് ഐറ്റംസ് നമ്മൾ പരിചയപ്പെട്ടിരുന്നു. അതായത് നമുക്ക് റെഡ് സ്വിഫ്റ്റ്, ഇതിന്റെ കിലോമീറ്റർ പറഞ്ഞാൽ വെറും 30,000 കിലോമീറ്റർ റെഡ് സ്വിഫ്റ്റ് ഉണ്ട്. അതേപോലെ വെറും 48,000 രൂപയ്ക്ക് 48-നും കൊടുക്കാൻ പറ്റുന്ന വണ്ടി. അതേപോലെ ഇന്നോവകളൊക്കെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നുള്ളൂ. അതേപോലെ ഫുൾ ബ്ലാക്കിൽ ZXi പ്ലസിലെ ഏറ്റവും ടോപ്പ് എൻഡിൽ പ്രൊജക്ട് എല്ലാം പോകും. അതേപോലെ ഡയമണ്ട് കട്ട് അലോയ്സ് ഒക്കെ അടക്കം വരുന്ന ഒരു ഫുൾ ബ്ലാക്ക് സ്വിഫ്റ്റ് നോക്കുന്നവർക്ക് നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ വണ്ടി പോയതാണ്, കണ്ടതാണ്. അതേപോലെ തന്നെ വെറും 4,500 കിലോമീറ്റർ മാത്രം ഫുൾ ലോഡിൽ വരുന്ന ഓട്ടോമാറ്റിക് ആൾക്കാർ താല്പര്യം വേഗം വന്ന് എടുത്തോളൂ. പുതിയ വണ്ടി എടുക്കണമാരോ അത് നമുക്ക് പുതിയൊരു വില അന്വേഷിച്ച് 2-2.5 ലക്ഷം രൂപ വിലക്കുറവിൽ കൊണ്ടുപോകാം. അതേപോലെ ഫുൾ ഓൺ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ഹോണ്ട സിറ്റി 2025 രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ്. കമ്പനി സർവീസ് ഫുൾ ആയിട്ട് വരുന്ന വാഹനം. അപ്പൊ അതാണ് ഒത്തിരി വാഹനങ്ങൾ നമുക്ക് ഈ ഒരു ഓണത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ നമ്മളെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയില് മഞ്ചേരിയാണ് നമ്മൾ വരുന്നത്. മഞ്ചേരിന്ന് മലപ്പുറം പോണ റൂട്ട് മുട്ടിപ്പാൽ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ ലൊക്കേഷൻ വരുന്നത്. ഈ റോഡിനെ കണ്ടോളി, മലപ്പുറം റൂട്ടാണ്. മഞ്ചേരി മലപ്പുറം പെരിന്തൽമണ്ണ പോണ റൂട്ടില്. അപ്പൊ നമ്മൾ ഫസ്റ്റ് തന്നെ പറഞ്ഞ വണ്ടി എന്നാണ് നമ്മൾ തുടങ്ങുന്നത്. ഏറ്റവും ടോപ്പ് എൻഡില് ഡീസലില് ZDI പ്ലസിൽ ഒരു 7 സീറ്റർ മാരുതി സുസുക്കി എർട്ടിക. അതിന്റെ ഫേസ് ന്യൂ ഫേസ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു കിടില ഐറ്റം. ഡീസൽ ഇറങ്ങിയിട്ടില്ല, ഇല്ല, അത് അവസാന സീസണിലെ അവസാന വണ്ടിയാണ്. അത് നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി. ബോഡി ലൈനിങ് ഒക്കെ നോക്കി നിങ്ങൾ, ഇന്റീരിയർ നോക്കി നിങ്ങൾ, പുതിയൊരു വാഹനത്തിന്റെ അതേ ഫീൽ ഏറ്റവും ടോപ്പ് എൻഡില് ഫുൾ കമ്പനി ഫിറ്റിംഗ്സിൽ വരുന്ന ഒരു ഡീസലില് ZDI പ്ലസിൽ ലാസ്റ്റ് ജനറേഷനില് പുതിയൊരു വാഹനം എടുക്കുന്ന അതേപോലെ നമുക്ക് കാണും. ഇങ്ങനെ ഒരു വാഹനം നമ്മൾ ഈ കമ്പനി പോയാലും കിട്ടില്ല, കാരണം ഡീസൽ പറഞ്ഞ വണ്ടി കിട്ടൂല. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആണ്. ഓവർ കിലോമീറ്റർ ആകെ 76,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. നിലവിൽ നമുക്ക് കസ്റ്റമർ നിർബന്ധം പറഞ്ഞുകൊണ്ട് മാത്രം സെക്കൻഡ് ഓണർ ആയ വണ്ടിയാണ്. അത് ഏറ്റവും ഹിസ്റ്ററി ഉള്ള വണ്ടി. എത്ര രൂപ കൊടുക്കാൻ പറ്റും നമുക്ക്? നമ്മൾ 10,60,000 രൂപയാണ് ആസ്ക് ചെയ്യുന്നത്. അതിൽ നമുക്ക് റെഡ്യൂസ് ചെയ്തുകൊണ്ട് ഏകദേശം 1 ലക്ഷത്തിന് താഴെ ഡൗൺ പേയ്മെന്റിൽ ഇറക്കാൻ പറ്റിയ വാഹനമാണ്. അപ്പൊ ZDI പ്ലസ് ആണ്. നമ്പർ നോക്കി നല്ല കിടിൽ നമ്പറാണ്, 0088. നല്ല അടിപൊളി ഫാൻസി നമ്പർ എല്ലാം വരുന്ന വണ്ടിയാണ്. അത് നമുക്ക് തവണ ഒരു ബെസ്റ്റ് പ്രൈസിന് മാക്സിമം നമുക്ക് ചെറു ഡൗൺ പേയ്മെന്റിൽ ഉണ്ടാവും. അപ്പൊ ഇന്നോവകളും ക്രിസ്റ്റകളും നമുക്ക് വരുന്നുണ്ട്. അതിന് മുമ്പ് ചെറുവാഹനങ്ങൾ കണ്ടില്ല എന്നുള്ളൊരു സങ്കടം വേണ്ട. അത് കഴിഞ്ഞ് നമുക്ക് വലിയ വാഹനത്തിൽ അവിടെ പോകാം. അടുത്ത തവണ ഒരു 7 സീറ്ററിന്റെ അതേ സ്പേസും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു ആഷ് ബാക്ക് എന്ന് പറയാം. ഡീസൽ ആണോ അത് വണ്ടി? ഡീസൽ വാഹനമാണ്. നിങ്ങൾക്ക് കൊണ്ടുവരുന്ന പരിചയം ഉണ്ടാവില്ല. എത്രത്തോളം മൈലേജ് കിട്ടും? 24 വരെ എന്തായാലും മൈലേജ് കിട്ടും. കൺഫേം ആണ്. അത്രയും നമുക്ക് ബോഡി ക്വാളിറ്റി പെർഫോമൻസും അതേപോലെ മൈലേജും കിട്ടുന്ന ഒരു വാഹനമാണ് ഈ ഒരു വാഹനം. കൊണ്ടുവരുന്നില്ല, നല്ല സുഖം, നല്ല ബോഡി ക്വാളിറ്റി ഉള്ള വാഹനം. എത്ര സ്പീഡ് എടുത്താലും വണ്ടിക്ക് അങ്ങനെ കുലുക്കോ കാര്യങ്ങളോ ഇല്ല. അത്രയും ധൈര്യമായിട്ട് നമുക്ക് ആക്സിഡന്റ് കൊടുത്ത് പോകാൻ ആ ഒരു പേര് നിലനിർത്തിയിട്ടുണ്ട്. ഓക്കെ, എങ്ങനെയായിരുന്നു ഇതിന്റെ മോഡല് കാര്യങ്ങൾ? 2017 സിംഗിൾ ഓണർഷിപ്പിൽ 1,20,000 ഫുള്ളി കമ്പനി സർവീസ് ആയിട്ടുള്ള വാഹനം. എസ് വേരിയന്റ് ആണ് വരുന്നത്. മിഡിൽ ഓപ്ഷൻ ആണ്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. AC പോസ്റ്ററിംഗ്, പവർ വിൻഡോസ്, കാര്യങ്ങളൊക്കെ ഉണ്ട്. ടച്ച് സ്ക്രീൻ ഇല്ല എന്നുള്ളൊരു കുഴപ്പമുള്ളൂ. ബാക്കി എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡഡ് ആണല്ലേ. എത്ര രൂപ ചെയ്യാൻ പറ്റും നമുക്ക്? 5,65,000 രൂപയാണ് ആസ്ക് ചെയ്യുന്നത്. അത് നമുക്ക് പൊട്ടിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ വാഹനം പോളിഷോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല, അതൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ്. ഓക്കെ, ഏകദേശം നമുക്ക് ലോണൊക്കെ എത്ര വരെ ചെയ്യാം? ലോൺ ഒരു 60 രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ചെയ്യാം. ഇനി ഇതാണ് ഇപ്പൊ നിലവിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സ്വിഫ്റ്റ്. ഇതിന്റെ തൊട്ട് മുമ്പത്തെ സ്വിഫ്റ്റുകളാണ് നമ്മൾ ജസ്റ്റ് ഇൻട്രോയിൽ പറഞ്ഞത്. അപ്പൊ ഈ ഒരു സ്വിഫ്റ്റ് അന്വേഷിച്ച് നടക്കുന്നവർക്ക് ഇതാണ് നല്ല വൈറ്റ് ഫിനിഷിംഗിൽ ഒരു കിടിലൈറ്റ് നമുക്ക് ഇവിടെ ഉണ്ട്. അധികം ഇറങ്ങാത്തൊരു ഓപ്ഷനാണ്. VXi ഓപ്ഷണൽ ആണ്. VXiയിൽ തന്നെ നമുക്ക് പുഷ് ബട്ടൺ ഒക്കെ വരുന്ന വാഹനമാണ് അല്ലെ. ഇതിലൊക്കെ നോക്കി നിങ്ങൾ ഒരു പുതിയൊരു വാഹനത്തിന് അതേ ഫീൽ ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് റിയറിലും നോക്കണ നല്ല സ്പേഷ്യസ് ആണ്. അതേപോലെ തന്നെ നമുക്ക് ആ ഒരു പക്ക നല്ല നീറ്റിൽ കൊണ്ടുവരുന്ന ഒരു വണ്ടിയാണ്. 2025 രജിസ്ട്രേഷനിൽ വരുന്ന വാഹനമാണ്. വണ്ടിയാണ് അല്ലെ.
കിലോമീറ്റർ 49,000 ഓടിയിട്ടുള്ളത്. ഏകദേശം സർവീസ് ഹിസ്റ്ററി ഉണ്ട്, ഉള്ള വണ്ടിയാണ്. ആക്സിഡന്റ് റീപ്ലേസുകളോ കാര്യങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം. ഗ്യാരണ്ടി കൊടുക്കാം അല്ല. എത്ര രൂപ ചെയ്യാൻ പറ്റും നമുക്ക്? 6,95,000 രൂപയാണ് ആസ്ക് ചെയ്യുന്നത്. എന്തെങ്കിലും ചെറുതായിട്ട് പൊട്ടിച്ചു കൊടുക്കാം. മാക്സിമം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? വണ്ടി ജസ്റ്റ് 50 രൂപേന്റെ താഴെ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കി സുഖമായിട്ട് നമുക്ക് വണ്ടി കൊണ്ടുപോകാം. ലാസ്റ്റ് ഞാൻ ഇത്രയും മോഡൽ വാഹനം കൊടുത്ത് വെറും 30,000 ഡൗൺ പേയ്മെന്റ് ആണ്. അനുസരിച്ചാണ്. ട്രാക്കിന് ചിലപ്പോൾ ഫുൾ ഓണും കൊണ്ടുപോകാം. അടുത്ത തവണ നമുക്കൊരു ഓൾട്ടോ ആണ്, അതും നമുക്ക് BS6 വേരിയന്റിൽ ഫുൾ ലോഡിൽ കൊടുക്കാം, ഫുൾ ഓണിൽ കൊടുക്കാം, ഫുൾ ഓൺ തന്നെ കൊടുക്കാം അല്ല. ഇത് നമ്മൾ പറഞ്ഞ ഒരു ബൈക്കിന്റെ EMI യിലൊക്കെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന വണ്ടി എന്ന് പറയാം. എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങൾ? 2019 മോഡലാണ്. 19 മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വാഹനമാണ്. എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ്. ഓൾട്ടോയിൽ നമുക്ക് എയർ ബാഗും BS6ന്റെ നോംസ് കാര്യങ്ങളൊക്കെ ഉള്ള BS6 വേരിയന്റ് ആയിട്ട് തന്നെ വരുന്ന വണ്ടിയാണ്. പെരുന്തൽമണ്ണ രജിസ്ട്രേഷൻ ആണ്. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? സിംഗിൾ ഓണർ ഉണ്ട്. സിംഗിൾ ഓണർ വണ്ടിയാണ് അല്ലേ. അപ്പൊ എത്ര രൂപ ചെയ്യാൻ പറ്റും നമുക്ക്? ഫുൾ ഓണിൽ കൊടുക്കാം. പ്രൈസ് നമ്മൾ ആസ്ക് ചെയ്യുന്ന 2,70,000 രൂപയാണ്. അതിൽ എന്തെങ്കിലും ചെറുതായിട്ട് പൊട്ടിച്ചു കൊടുക്കും. അപ്പൊ 19 മോഡൽ ഓൾട്ടോ ആണ്, ഫുൾ ഓൺ ആണ്. 270 പ്രൈസ്. അതാണ് ഹൈലൈറ്റ്. അതും ഫുൾ ഓൺ തന്നെ നമുക്ക് ഫുൾ ഓണിൽ പൊട്ടിച്ചും കൊടുക്കാം. എമൗണ്ട് ഒക്കെ നമുക്ക് റെഡ്യൂസ് ചെയ്ത് കൊടുക്കാം. അടുത്ത നമുക്കൊരു പോളോ ആണ് അല്ലെ. പോളോ അന്വേഷിച്ചാൽ ഡീസൽ വേരിയന്റിൽ മൈലേജ് കിടില മൈലേജ് ഉള്ള മൈലേജിനൊക്കെ പുറമെ ഇത് എടുക്കുന്നവരെന്നാ പിന്നെ പെർഫോമൻസിന് വേണ്ടി എടുക്കണമെന്ന് തന്നെ പറയാം. കിടിലായിട്ട് കൊണ്ടുനടക്കാം. എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ? 2015-16 രജിസ്ട്രേഷനിൽ വരുന്ന വാഹനമാണ്. ഏറ്റവും ടോപ്പ് എൻഡ് ഹൈ ലൈനിൽ വരുന്ന വാഹനമാണ്. ജീറ്റിന്റെ കിറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പൊ നിലവിൽ നമുക്കൊന്നും ചെയ്യിക്കാനില്ല. കറക്റ്റ് ഒരു GT കൊണ്ടുനടക്കുന്ന അതേ ഫീൽ നമുക്ക് വണ്ടി കൊണ്ടുകൊടുക്കാം. അതേപോലെ തന്നെ നമുക്ക് അത്യാവശ്യം ഷാർപ്പിൻ ഹാൻഡിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഫാൻസി നമ്പർ വരുന്നുണ്ട്. നമുക്ക് എത്ര രൂപ ചെയ്യാൻ പറ്റിയ 3,75 കൊടുക്കുക. ഡീസലിലെ ഏറ്റവും ടോപ്പിലൂടെ അത് 15-16 മോഡലാണ്. അതും നമുക്ക് ഏറ്റവും ടോപ്പ് എൻഡ് ഡീസൽ വണ്ടിയാണ്. ചെറിയൊരു പ്രൈസിന് 3,75 കൊടുക്കാം. 3,75 ഒരു 10-50 രൂപ ഉണ്ടെങ്കിൽ ഫുൾ ഓണും കയറും. ഫുൾ ഓണും കയറും അല്ലെ. ട്രാക്കിനനുസരിച്ച്. അടുത്ത വീണ്ടും നമുക്കൊരു സ്വിഫ്റ്റ് ആണ്. അത് 4 സിലിണ്ടർ വരുന്ന സ്വിഫ്റ്റ്. 4 സിലിണ്ടർ ഏറ്റവും ലാസ്റ്റ് ഇറങ്ങിയ മോഡലാണ്. 2024 ഫസ്റ്റ് ഇറങ്ങിയ ഏറ്റവും ലാസ്റ്റ് മോഡൽ വണ്ടിയാണ്. ആകെ 51,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ചെറിയ കിലോമീറ്റർ റീപ്ലേസുകൾ ഒന്നും ഇല്ലാത്ത വണ്ടിയാണ്. അപ്പൊ നമുക്ക് ഇതാണ് 4 സിലിണ്ടർ. ഇല്ല സീറ്റ് കവേഴ്സ് ഒക്കെ നോക്കി നമുക്ക് അങ്ങനെ തന്നെ യൂസ് ചെയ്ത വണ്ടിയാണ്. അപ്പോൾ നമുക്ക് അത്രയും ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റുമോ വണ്ടിയാണ്. അത്രയും ഗ്യാരണ്ടി നമുക്ക് പറയാൻ പറ്റൂല. എത്ര രൂപ ചെയ്യാൻ പറ്റും നമുക്ക്? 6,95 കൊടുക്കാം. 6,95 അതിലും റെഡ്യൂസ് ചെയ്ത് കൊടുക്കാം. ഇനിയും കൊടുക്കാം. ഒന്ന് ഇഷ്ടപ്പെട്ടത് നമുക്ക് മാക്സിമം ചെയ്ത് കൊടുക്കാം. പ്രൈസ് കൊടുത്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അടുത്ത വീണ്ടും നമുക്കൊരു പിന്നെ വാഗണർ. നിലവിൽ ഈ ഒരു ജനറേഷനേക്കാളും കൂടുതൽ ഇപ്പോഴും അന്വേഷിച്ചെടുക്കുന്ന ഈ ഒരു ജനറേഷൻ. കാരണം അത് ഒന്നുകൂടെ നമുക്ക് കംഫർട്ടാണ്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് മെയിൻ്റനൻസ് കുറവാണ് ഈ വണ്ടി. അതേപോലെ മൈലേജും ഉണ്ട്. ഇനി ലേഡീസിനാണെങ്കിലൊക്കെ നമുക്ക് പ്രത്യേകിച്ച് പ്രിഫർ ചെയ്യാൻ പറ്റുന്ന ഇരിക്കുന്ന പോലെയാണ് ഹൈറ്റിൽ ഇരിക്കുന്ന വാഹനം. അത്യാവശ്യം സ്പേസും ഉള്ള വണ്ടിയാണ്. നമുക്ക് കാലൊക്കെ നല്ല സുഖസുന്ദരമായിട്ട് ഇരുന്നിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനം. എങ്ങനെയായിരുന്നു മോഡൽ? 2017 സെക്കൻഡ് ഓണർഷിപ്പിൽ ജസ്റ്റ് 70,000 കിലോമീറ്റർ ഓടിയ വാഹനം. ആക്സിഡന്റ് റീപ്ലേസുകളോ കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ. ഏകദേശം ഒരു 40 രൂപയുടെ താഴെ നിങ്ങൾക്ക് ഡൗൺ പേയ്മെന്റ് ഇറക്കാം. നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് 3,25,000 രൂപ. 3,25 ചെറിയൊരു പ്രൈസിന് നമുക്ക് കൊണ്ടുപോകാം. അടുത്ത നമുക്ക് സണ്ണി അല്ലെ. ഡീസൽ ആണോ പെട്രോൾ ആണോ വരുന്നത്? ഡീസൽ വേരിയന്റിൽ 19 ഉള്ള ഒരു വാഹനമാണ്. ഏറ്റവും ലാസ്റ്റ് ഇറങ്ങിയ ജനറേഷനാണ്. ഒറിജിനൽ കേരള കുറെ നമുക്ക് അതർ സ്റ്റേറ്റ് വണ്ടികൾ കാണാം. ഇത് ഒറിജിനൽ കേരള വണ്ടിയാണ്. അത് നമുക്ക് ഈ 14 മൈലേജും കിട്ടും, നല്ല പെർഫോമൻസും നല്ല സ്പേസും ഒക്കെ ഉള്ള ഒരു വണ്ടിയാണ്. ഇത് നമുക്ക് എങ്ങനെയായിരുന്നു ചോദ്യം കാര്യങ്ങൾ? ഇത് നമുക്ക് 4,80,000 രൂപക്ക് കൊടുക്കാൻ പറ്റിയ വാഹനം. ഡിക്കി സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ള വാഹനം. അപ്പൊ അത്യാവശ്യം നമുക്ക് നല്ല ഫീച്ചേഴ്സും ഉണ്ട്, മൈലേജും കിട്ടും. ചെറിയൊരു പ്രൈസ് നമുക്ക് ഈ വണ്ടി കൊണ്ടുപോകും ചെയ്യാം. മാക്സിമം ലോണും ചെയ്യാം. അത് നമ്മൾ തുടങ്ങിയത് ഒരു എർട്ടിക ആയിരുന്നു. വീണ്ടും നമുക്ക് ഒരു എർട്ടിക ഇവിടെ വരുന്നുണ്ട്. ഡീസലാണെങ്കിൽ നമ്മള് അടുത്ത പോകുന്ന പെട്രോളിലേക്ക്, അതും ZX പ്ലസിൽ വരുന്നതാണ്. അപ്പൊ ഏറ്റവും ടോപ്പ് എൻഡിൽ നമുക്ക് ഡീസലും ഉണ്ട്, അതേപോലെ നമുക്ക് പെട്രോളും ഉണ്ട്. ഇന്ത്യയിലൊക്കെ നോക്കി നിങ്ങൾ നല്ല കിടുവാണ്. അതേപോലെ നമുക്ക് തീരെ മെയിൻ്റെനൻസ് വരില്ല. നമുക്ക് പുഷ് ബട്ടൺ സ്റ്റാർട്ടിങ്ങും ആൻഡ്രോയിഡ് സിസ്റ്റവും കാര്യങ്ങളും അങ്ങനെ ഫുൾ കമ്പനി ഫിറ്റിംഗ്സ് തന്നെ വരുന്ന ഒരു വാഹനം. ഇത് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ഇത് ജസ്റ്റ് 68,000 to 70,000 കിലോമീറ്റർ എന്താണ് ഓടിയിട്ടുള്ളത്. കറക്റ്റ് നോക്കണം. സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വാഹനമാണ്. ZX പ്ലസിൽ ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാൻ പറ്റിയ വാഹനം. ഓക്കെ, അത് നമുക്ക് ഫുൾ ഓൺ ചെയ്യാം. പ്രൈസ് എന്ന് പറഞ്ഞാൽ നിങ്ങള് ഞാൻ 5,500 രൂപയിൽ എന്തെങ്കിലും പൊട്ടിച്ചു കൊടുക്കും. 5 രൂപ അത് നമുക്ക് പൊട്ടിച്ചു കൊടുക്കാം. ഫുൾ ഓൺ നമുക്ക് ചെയ്യാൻ പറ്റൂട്ടോ. ഇനി അടുത്ത തവണ നമുക്ക് ഈ ഒരു വാഹനങ്ങളൊക്കെ നമ്മൾ ലാസ്റ്റ് പാർട്ടിൽ നമ്മൾ പരിചയപ്പെട്ടതാണ്. ഇതൊക്കെ ഒരു ബൈക്കിന്റെ EMI കൊണ്ടാൻ വരുന്ന ഇയോൺ ഉണ്ട്. ചെറിയ പ്രൈസൊക്കെ നമുക്ക് പിന്നെ വാഗ്നർ വരുന്നുണ്ട്, ഡീസൽ റിഡ്സ്, അതേപോലെ ഡീസൽ
സ്വിഫ്റ്റ് വരുന്നുണ്ട്. അപ്പൊ ഇന്നോവകളൊക്കെ നമ്മള് എവിടുന്ന ഇനി അടുത്ത് നമുക്ക് നല്ലൊരു ഇന്നോവയിലാണ് തുടങ്ങാം. എത്ര മോഡലാണ്? ഏറ്റവും കുറഞ്ഞ മോഡലാണെങ്കിൽ 2008 മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. തുടങ്ങാം അല്ലെ? ചെറിയ കൂടിയതാണെങ്കിൽ 2018 മുതൽ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് കുറഞ്ഞതാണ് തുടങ്ങാം. ആൾക്കാർക്ക് നമുക്ക് ആ ഒരു ബഡ്ജറ്റ് അനുസരിച്ച് നോക്കാമല്ലോ. അപ്പൊ ഫസ്റ്റ് തന്നെ വൈറ്റ് ഫിനിഷിംഗ് ഒറിജിനൽ കേരള വണ്ടിയാണ്. ഒറിജിനൽ കേരള രണ്ടാമത് ഓണർഷിപ്പിലുള്ള 2008 മോഡൽ, പേപ്പറൊക്കെ അത്യാവശ്യം ഉള്ളൊരു വാഹനം. അപ്പൊ അതിന്റെ ഒരു ഹൈലൈറ്റ് ആണ് നമുക്ക് ടൈപ്പ് 4ലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. നിലവിൽ സെക്കൻഡ് ഓൺഷിപ്പ് ആയിട്ടുള്ളൂ. അതും ഒറിജിനൽ കേരള വാഹനം. ഉണ്ട്. ഇന്ത്യയിലൊക്കെ എക്സ്റ്റീരിയർ ഒക്കെ നോക്കി നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. നമുക്കൊന്നും ഒരു കാര്യങ്ങളും ചെയ്യിക്കാനില്ല. ചെറിയൊരു പ്രൈസിന് നമുക്ക് ഇതാണ് ഇന്നോവ നോക്കിയെടുക്കുന്നവർക്ക് ഒറിജിനൽ കേരള. അതിലൊക്കെ ഹൈലൈറ്റ് ആണ് സെക്കൻഡ് ഓൺഷിപ്പ് ആയ ഒരു വാഹനം അല്ല. എത്ര രൂപ ചെയ്യാൻ പറ്റും നമുക്ക്? പോളോ പറഞ്ഞ പ്രൈസില്ലേ, അതിലും താഴേക്ക് 3,70,000 രൂപ കൊടുക്കുക. ഒറിജിനൽ കേരള വണ്ടി അല്ലേ? ഒറിജിനൽ കേരള വണ്ടിയാണ്. ചെറിയൊരു പ്രൈസിന് നമുക്ക് ഉണ്ടാവും. അതും പേപ്പർ നമുക്ക് 28-29 വരെ പേപ്പർ ഉള്ള വണ്ടി അല്ലേ? ഇനി അതേപോലെ നമുക്കൊരു ക്രിസ്റ്റ ഉണ്ട്. വളരെ റെയർ പീസ് ആണ്. കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. അത് ടൈപ്പ് 3 ഒക്കെയാണ് വണ്ടി വരുന്നത് അല്ലേ? ബ്ലാക്ക് അലോയ്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അത്യാവശ്യം നമുക്ക് നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ലെതർ സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ആഡ് ഓൺ ചെയ്തൊരു വണ്ടിയാണ്. എങ്ങനെയാണ് ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ വരുന്നത്? 2018 കേരളത്തോട് നമ്പർ ആയിട്ട് സെക്കൻഡ് ഓൺഷിപ്പിൽ നിൽക്കുന്ന വാഹനമാണ്. നിലവിൽ നമ്പർ ആയപ്പോൾ സെക്കൻഡ് ഓൺഷിപ്പ് ആയതാണ്. അത് നമുക്ക് കേൾട്ടൺ ഇവിടെ തന്നെ BMW നമ്പർ കാര്യങ്ങളൊക്കെ ആയൊരു വണ്ടി അല്ല? വി എന്ന് പറഞ്ഞാൽ നമുക്ക് പൊതുവെ അവിടെ നമുക്ക് പ്രൈവറ്റ് തന്നെ ആയിരിക്കും. കാരണം നമുക്ക് അധികം നമ്മൾ ടാക്സിയിലൊക്കെ വരെ G4 ആയിരിക്കും വരിക. അപ്പൊ വി വണ്ടി അത്യാവശ്യം നമുക്ക് നല്ല ഫീച്ചേഴ്സും സ്റ്റിയറിംഗ് കൺട്രോൾസും അലോയ്സ് ഒക്കെ എല്ലാം നമുക്ക് ഇൻബിൽറ്റ് ആയിട്ട് വരുന്ന വണ്ടി. എത്ര രൂപ ചെയ്യാൻ പറ്റും നമുക്ക്? ആസ്ക് ചെയ്യുന്ന പ്രൈസ് 14,80,000 രൂപയാണ്. നമ്പറൊക്കെ ആയ വണ്ടിയാണ്. വണ്ടി അത് ഏകദേശം 1.5 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് വണ്ടി ഇറക്കാം അല്ല? ഞാൻ അടുത്ത ഫസ്റ്റ് ക്രിസ്റ്റന്റെ ആ ഒരു ഫസ്റ്റ് ജെന്നിലെ വണ്ടി. ഫസ്റ്റ് ജെന്നില് സെഡില് മാനുവൽ വരുന്ന വാഹനം. അതും റയർ ആണ് വണ്ടി. സെഡില് മാനുവൽ കിട്ടാൻ ഇച്ചിരി പാടാണ്. എങ്ങനെയായിരുന്നു ഇതിന്റെ മോഡൽ കാര്യങ്ങളൊക്കെ? മോഡൽ വരുന്നത് 2016 മോഡൽ വാഹനമാണ്. നമ്പർ ആയിട്ട് തേർഡ് ഓൺഷിപ്പിലാണ് കറന്റ് വണ്ടി ഉള്ളത്. 2,00,000 താഴെ 1.70 അങ്ങാണ്ടാണ് വണ്ടി ഓടിയിട്ടുള്ളത്. മേജർ ആക്സിഡന്റ് ഫ്ലഡ് കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ള നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റിയ വാഹനമാണ്. അത്ര നമുക്ക് ഗ്യാരണ്ടി വരാം. സെഡ് ആണ്, മാനുവൽ ആണ്. അപ്പൊ ഏറ്റവും ടോപ്പ് ലോഡിൽ ഫുൾ കമ്പനി ഫിറ്റിംഗ്സ് തന്നെ വരുന്ന ഒരു വാഹനം. അപ്പൊ സെഡില് മാനുവൽ വേണമെന്നുള്ള അന്വേഷണം എടുക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെ പറയാം. അതും ഒരു അടിപൊളി കളറും ഇല്ലേ? അത്യാവശ്യം ടൈൽസ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു വാഹനമാണ്. എത്ര രൂപ ചെയ്യാൻ പറ്റും നമുക്ക്? നമ്മൾ 14,70,000 രൂപയാണ്. 14,75 സെഡിന്റെ വിലയാണ്. 14,75 അത് നമ്പർ ആയ പ്രൈസ് പൊട്ടിച്ചു കൊടുക്കാം. എല്ലാ പ്രൈസിലും നമുക്ക് ഏകദേശം ആസ്കിംഗ് ആണ്. വന്ന് ഇഷ്ടപ്പെട്ട നമ്മളെ ഡീല് നടക്കുന്നുണ്ടെങ്കിൽ മാക്സിമം കുറച്ച് കൊടുക്കാം. ഒരു ഏകദേശം 1.5 രൂപ വണ്ടി ഇറക്കും. അടുത്ത സിൽക്കി ഗോൾഡിൽ അത്യാവശ്യം നല്ല ഫിറ്റിംഗ്സും ജിആറിന്റെ കിറ്റും കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ള ഒരു അടിപൊളി ഇന്നോവ. ഇവിടെ നമുക്കൊരു 3-4 ഇന്നോവകൾ ഉണ്ട് അല്ലേ? നാലും നല്ല 5-6 ഇന്നോവകൾ ഉണ്ട്. നിങ്ങൾക്ക് കേരളത്തിലെ ഏത് ടൊയോട്ട ഷോറൂമിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്യാനും നമ്മൾ തയ്യാറാണ്. എവിടെ നിങ്ങൾക്ക് വണ്ടി കൊണ്ടുപോയി ചെക്ക് ചെയ്യാം, നമ്മളുള്ള ഏത് വണ്ടികളും. അത്ര നമുക്ക് ഗ്യാരണ്ടി അത്രയും ക്വാളിറ്റി ഉള്ള വാഹനങ്ങൾ മാത്രമേ ഞാൻ സെയിൽ ചെയ്യാറുള്ളൂ. ഇതെങ്ങനെയായിരുന്നു മോഡൽ? 2015 വരുന്ന വാഹനമാണ്. സെക്കൻഡ് ഓൺഷിപ്പിലേക്ക് കേരളത്തോടെ നമ്പർ ആയിട്ടുള്ള വാഹനമാണ്. ഇന്ത്യയിലൊക്കെ നോക്കി നിങ്ങൾ അത്രയും ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നമുക്ക് സീറ്റൊന്നും അധികം ഏത് വണ്ടിയിലും ഇല്ലാത്ത ടൈപ്പ് സീറ്റാണ്. ടൈപ്പ് വരുന്ന സീറ്റാണ്. അപ്പൊ അത്യാവശ്യം കെയർ ചെയ്ത് വണ്ടി കൊണ്ടുവരുന്ന ഒരാളാണ്. ബോഡി ഫിനിഷിംഗ് നോക്കിയാൽ തന്നെ മനസ്സിലാവും. കഴമുഴ ഓവറായിട്ട് പെയിന്റിങ്ങോ കാര്യങ്ങളോ ഒന്നും കയറിയിട്ടില്ല. അതും നമുക്ക് നല്ല വൃത്തിയിൽ അത്യാവശ്യം ഫിറ്റിംഗ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളൊരു വണ്ടി. അല്ലെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യിക്കാൻ നേരെ നിങ്ങൾക്ക് ഓടാം. ഡീസൽ അടിച്ചങ്ങ് ഓടിയാൽ മതി. ആവറേജ് നല്ലൊരു മൈലേജ് ഉള്ള ഇന്റർകൂളർ വാഹനമാണ്. അപ്പൊ എത്ര രൂപ ചെയ്യാൻ പറ്റും നമുക്ക്? നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് 8,80,000 രൂപയാണ്. ചെറുതായിട്ട് നെഗോഷിയേറ്റ് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് നമ്മൾ പുതിയത് എടുത്ത് തരും ചെയ്യും. ഓക്കെ. അപ്പൊ നമുക്ക് മാക്സിമം നമുക്ക് ചെറിയൊരു ബഡ്ജറ്റിൽ നമുക്ക് വണ്ടി ഇറക്കും ചെയ്യാം. ഇനി അടുത്താണ് വീണ്ടും നമുക്ക് അത്യാവശ്യം എക്സ്ട്രാ ഫിറ്റിംഗ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള നമ്പറൊക്കെ ഓപ്ഷനിലെ വാഹനമാണ്. അലോയ്സ് കാര്യങ്ങളൊക്കെ നോക്കി അത്യാവശ്യം അത്യാവശ്യം നമുക്ക് എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. സൈഡ് ഫുഡ് റെസ്റ്റ് കാര്യങ്ങളെല്ലാം ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. ഇതിലൊക്കെ നോക്കി നിങ്ങൾ ഷോറൂം കൊണ്ട് ചെക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ള വാഹനം. കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. അലോയ്സ് വരുന്നുണ്ട്. അത്യാവശ്യം ടയേഴ്സ് അതും ഡയമണ്ട് കട്ട അലോയ്സ് ആണ്. അതേപോലെ തന്നെ സ്കേട്ടിങ് കാര്യങ്ങളെല്ലാം നമുക്ക് അഡീഷണൽ ഫിറ്റിംഗ്സ് കാര്യങ്ങളൊക്കെ ഒത്തിരി വന്നൊരു വാഹനമാണ് അല്ലേ? ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? 2016 രജിസ്ട്രേഷനിൽ വരുന്ന വാഹനമാണ്. 8,00,000 രൂപ IDV ഉള്ള വാഹനമാണിത്. ഇൻഷുറൻസ് ഏകദേശം നമുക്ക് 1 lakh ഡൗൺ പേയ്മെന്റിൽ ഇറക്കാൻ പറ്റും. പ്രൈസ് നമ്മൾ ആസ്ക് ചെയ്യുന്ന 9,70,000 രൂപ. 9,75 നമുക്ക് വണ്ടി കൊടുക്കാം. അടുത്ത് വീണ്ടും നമുക്കൊരു ഏത് കളേഴ്സും ആണെങ്കിലും ഉണ്ട് അല്ലേ? പല വെറൈറ്റി കളേഴ്സ് ഉണ്ട്. 3 സിൽവറും ഉണ്ട് നമുക്ക്. ഇതെങ്ങനെയായിരുന്നു മോഡല്? 2014 മോഡൽ വരുന്ന വാഹനമാണ്. അത് ഇന്റർകൂളർ ആണ്. ഇന്റർകൂളർ ആണ്. ഒറിജിനൽ ടൈപ്പ് 4 വാഹനം.
എങ്ങനെയായിരുന്നു നമുക്ക് ചോദ്യമൊക്കെ എങ്ങനെയായിരുന്നു? ഇത് നമ്മളെ 7,25,000 രൂപ കൊടുക്കും. 7,25. അത്യാവശ്യം നമുക്ക് ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നത് 7 സീറ്റിൽ വരുന്ന വാഹനമാണ്. ഇനി ടാക്സി ആക്കണം എന്നുള്ളവർക്ക് കൊണ്ടുപോകാൻ പറ്റിയ 7 സീറ്റർ ഒക്കെ ടാക്സി ആക്കുന്നവർക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വാഹനമാണ്. അപ്പൊ അത്യാവശ്യം നമുക്ക് ഇന്റർകൂളർ ആയതുകൊണ്ട് മൈലേജും കിട്ടും, അതേപോലെ തന്നെ നമുക്ക് നല്ല സ്പേസും കിട്ടുന്ന ഒരു വണ്ടിയാണ്, നമ്മുടെ ആയ വണ്ടിയാണ്. അടുത്ത നമുക്കൊരു സിൽവർ ഫിനിഷിംഗിൽ വീണ്ടും 14 ഫുള്ളി കമ്പനി സർവീസ് ആയിട്ടുള്ള വാഹനം. ലാസ്റ്റ് ഒരു മാസം മുമ്പ് നമ്മൾ സർവീസ് ചെയ്ത വാഹനം ആണ്. അത്രയും നമുക്ക് സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം ഉള്ള ഒരു വാഹനമാണ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? മോഡൽ 14 ആണ്. കറന്റ് സെക്കൻഡ് ഓൺഷിപ്പിലാണ് വാഹനം ഉള്ളത്. ഓക്കെ, നിലവിൽ നമ്പർ ആയപ്പോ സെക്കൻഡ് ഓൺഷിപ്പ് ആയില്ല, നമ്പർ ആയിട്ട് സെക്കൻഡ് ഓൺഷിപ്പ് ആയതാണ്. അപ്പൊ ഇത്രയും കാലം സിംഗിൾ ഓൺഷിപ്പിലായിരുന്നു വണ്ടിയിലായിരുന്നില്ല. 94,000 ആണ് ഓടിയിട്ടുള്ളത്. പ്രോപ്പർ സർവീസ് ഉള്ള വാഹനമാണ്. ഓക്കെ, എക്സ്ട്രാ ഓവർ ആയിട്ട് ഫിറ്റിംഗ്സ് ഒന്നും ചെയ്തിട്ടില്ല. പക്ക കമ്പനിയിൽ സ്റ്റോക്ക് കണ്ടീഷനിൽ മെയിൻറ്റെയിൻ ചെയ്ത് വണ്ടിയാണ്. എത്ര പ്രൈസ് ആസ്കിയത് 7,65 ആണ്. നെഗോഷിയേറ്റ് ചെയ്ത മാക്സിമം ഒരു 1 ലക്ഷം താഴെ ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറങ്ങാം. വീണ്ടും നമുക്കൊരു സിൽവർ ഫിനിഷിംഗ് തന്നെയാണ്. ഇതെങ്ങനെയായിരുന്നു മോഡൽ? 14V ആണ്. ഓക്കെ, ഫുൾ ഓൺ ചെയ്ത് കൊടുക്കും. ഫുൾ ഓണില്. അപ്പൊ ഇത് ഇന്നോവ ഫുൾ ഓണില്. ഇത് കേരള വണ്ടിയാണോ അതോ? അല്ല, നമ്പറാണ്. പക്ഷെ നമുക്കൊരു കേരള വണ്ടിന്റെ ക്വാളിറ്റി നമുക്ക് ഗ്യാരണ്ടി പറയാം. അത്രയും നമുക്ക് പക്കായിട്ടുള്ള വണ്ടിയാണ്. ഇന്റീരിയർ ഒക്കെ നോക്കി നിങ്ങള് നല്ല കിടില ഇന്റീരിയർ ആണ്. അല്ല, അത്യാവശ്യം നല്ല വെൽ മെയിൻറ്റെയിൻ ചെയ്തൊരു വണ്ടിയാണ്. അപ്പൊ ഒരു കേരള വണ്ടിന്റെ അതേ ക്വാളിറ്റി നമുക്ക് ചെയ്യാൻ പറ്റും. അതിലേറൊക്കെ ഹൈലൈറ്റ് ആണ് നമുക്ക് ഈ ഒരു വാഹനം നമുക്ക് ഫുൾ ഓണിൽ ചെയ്യാൻ പറ്റുന്ന വി ഓപ്ഷനിൽ. എത്ര രൂപ ചെയ്യാൻ പറ്റും? 7,000 രൂപ. അത് ഫുൾ ഓണില്ല. വീണ്ടും നമുക്കൊരു സിൽവർ ഫിനിഷിംഗ് ആണ്. അത്യാവശ്യം നല്ല എക്സ്ട്രാ ഫിറ്റിംഗ്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള ഒരു വണ്ടിയാണ്. അത് നമുക്ക് 8 സീറ്റർ ആണ് നമുക്ക് ഈ ഒരു വാഹനം വരുന്നത്. നമുക്ക് ഡയമണ്ടിന്റെ ഒരു നല്ല കിഡ്ലം മ്യൂസിക് സിസ്റ്റം ഒക്കെ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട് അല്ലേ? 13 മോഡൽ വണ്ടി. അപ്പൊ അത്രയും നമുക്ക് സിംഗിൾ ഓൺഷിപ്പ് ആണ് വണ്ടി. അപ്പൊ അത്രയും നമുക്ക് പക്കായിട്ടുള്ള ഒരു വണ്ടിയാണ്. ഒരു നല്ലൊരു ലാസ്റ്റ് ജനറേഷന്റെ ആ ഒരു 16 മെയിൻ ഉള്ള വണ്ടിയാണ്. അത് നമുക്ക് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള വണ്ടിയാണ്. നമ്പർ ആകുമ്പോൾ സെക്കൻഡ് ഓണർ ആവും, ബട്ട് കറന്റ് സിംഗിൾ ഓൺഷിപ്പിലുള്ള നമുക്ക് വേണ്ട RTO ഓഫീസ് നമുക്ക് എടുത്തു വേണം. അപ്പൊ നമുക്ക് കേൾട്ടണിൽ നമ്പർ ആയിട്ട് ഇഷ്ടപ്പെട്ട നമ്പർ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതൊരു ഓപ്ഷനാണ്. അപ്പൊ അതാണ് നമുക്ക് ഇതിന് പ്രൈസ് പറഞ്ഞത്. നമുക്ക് പ്രൈസ് നമ്മള് 6,85 ആണ് ജസ്റ്റ് ആസ്ക് ചെയ്യുന്നത്. അതിൽ നെഗോഷിയേറ്റ് ചെയ്ത് ഇൻഷുറൻസ് എടുത്തു കൊടുക്കാൻ ചെയ്യാം. ഫ്രണ്ട്സ്, അപ്പൊ നമ്മളൊന്നുണ്ടായിരുന്നു ജൂബിലിയിലായിരുന്നു. അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട്. മാക്സിമം കുറഞ്ഞ സമയം കൊണ്ട് മാക്സിമം വാഹനങ്ങൾ നമ്മൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാവുമ്പോൾ നമുക്ക് സാധാരണക്കാരുടെ ബഡ്ജറ്റിൽ നല്ല 7 സീറ്റർ നോക്കുന്നവർക്ക് ഇന്നോവൻ അത്യാവശ്യം നമുക്ക് ചെറിയ പ്രൈസിനുണ്ട്. 3,70,000 കൊടുക്കാം. 3,70,000 നമുക്ക് ഇതാണ് ഇന്നോവ. അതും ഒറിജിനൽ കേരള വണ്ടി നമുക്ക് കൊണ്ടുപോകുന്നതാണ്. സെക്കൻഡ് ഓൺഷിപ്പേ നിലവിലായിട്ടുള്ളൂ. അതേപോലെ തന്നെ 4,500 ഓടിയ ഗ്ലാൻസ് ഉണ്ട്. അതും ഓട്ടോമാറ്റിക് വണ്ടിയാണ്. അപ്പോൾ അത്യാവശ്യം നല്ല കളക്ഷൻസ് കാര്യങ്ങളൊക്കെ എത്തവണ നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ജൂബിലിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അതിലൊക്കെ പറയുന്നൊരു ഗ്യാരണ്ടി ക്വാളിറ്റി ഉള്ള വണ്ടികൾ മാത്രമേ നമ്മൾ കൊടുക്കുള്ളൂ എന്നുള്ളതാണ്. പർച്ചേസ് ചെയ്ത ഒരു വീഡിയോ കാണുന്നുണ്ടാവും, അവർ കമന്റ് എന്തായാലും ചെയ്യണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. കാരണം നമ്മൾ അത്രയും ആണ് നമ്മൾ ട്രസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ കസ്റ്റമേഴ്സിനും പ്രൊവൈഡ് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് അത്രയും ഗ്യാരണ്ടി ക്വാളിറ്റി നമുക്ക് അത്രയും അഷ്യൂർ ചെയ്യുന്നൊരു ഷോറൂമാണ്. അപ്പോൾ നമ്മൾ ലൊക്കേഷൻ വന്ന് മലപ്പുറം ജില്ലയിൽ മഞ്ചേരിയിൽ നിന്ന് മലപ്പുറം റൂട്ടിൽ മുട്ടിപ്പാലത്താണ് നമ്മൾ ഈ ഒരു ഷോറൂം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ എൻക്വയറീസിന് വീഡിയോ കാണാൻ നമ്മൾ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിരുന്നു വീണ്ടും കാണാം. റിയാസ് ആൻഡ് ഫാ സൈനിങ് ഓഫ്.